ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചൂസ് പിക്ചർ ജേണി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ നല്ല കർമ്മം നിങ്ങളെ നല്ല രീതിയിൽ നിങ്ങളുടെ പല ആഗ്രഹങ്ങളും പൂർത്തിയാക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ഒരു വരദാനം പോലെയാണ് ആ ഒരു കാര്യം നിങ്ങളിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടാണ് ഇന്നത്തെ റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. മുന്നേ നിങ്ങളുടെ ആ ഒരു സമയം എന്ന് പറയുന്നത് കുറച്ച് സമയത്തേക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ കൂടെ നിങ്ങൾ കടന്നു പോയത്. അതായത് ആരോ നിങ്ങളെ ശപിച്ചതുപോലെയുള്ള സിറ്റുവേഷൻസ്. അതായത് ഇപ്പോഴല്ല ഞാൻ പറയുന്നത്, 2-3 വർഷത്തിന് മുമ്പേ അല്ലെങ്കിൽ കഴിഞ്ഞു പോയ സമയം എപ്പോഴായാലും നിങ്ങൾ അനുഭവിച്ചത് നിങ്ങൾക്കറിയാമല്ലോ. ചിലപ്പോൾ 2024-ലോ 25-ലോ, ചിലപ്പോൾ 2023-ലോ 22-ലോ അങ്ങനെയൊക്കെ ആയിരിക്കാം, 2020-ലോ ആയിരിക്കാം. ആ സമയം നിങ്ങൾ അനുഭവിച്ചതെന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് ആരുടെയോ ശാപം ലഭിച്ചതായിട്ടാണ് കാണാൻ. ഒരാൾ അവരുടെ ആ ഒരു മനസ്സ് വിഷമിച്ച് ശപിക്കത്തില്ലേ, അങ്ങനെ ചില ആൾക്കാർക്ക് ശാപം ലഭിച്ചതുപോലെയുള്ള ആ ഒരു സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകേണ്ടതാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കത്തില്ല ഇന്ന ആളുടെ ആ ഒരു ശാപം അത് വലിച്ചിരിക്കണം, എൻ്റെ ജീവിതത്തിൽ ഇത്രയും ബുദ്ധിമുട്ട് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നല്ലോ എന്ന് പലപ്പോഴും പറയത്തില്ല. അതേപോലെ ഇവിടെ ചില ആൾക്കാരുടെ ശാപം ലഭിച്ചതായിട്ട്, ചില ആൾക്കാർക്ക് സ്വയം അവരുടെ ആ ഒരു കർമ്മഫലം അവർ അനുഭവിച്ചല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ചില ആൾക്കാർക്ക് സംഭവിച്ചതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങൾ ആരോടെങ്കിലും നിങ്ങളുടെ ഗ്രഹനില കാണിക്കാൻ പോയാൽ അവർ പറയും നിങ്ങളുടെ ആ ഒരു ഗ്രഹനിലയിൽ ഓരോ ഗ്രഹങ്ങളുടെയും സ്ഥിതി വളരെ മോശം അവസ്ഥയിലാണ് ഉള്ളത്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഉള്ള സിറ്റുവേഷനിൽ കടന്നു പോയിട്ട് വരുന്നത് എന്ന് ആ സമയം നിങ്ങളുടെ ഗ്രഹനില നോക്കിയ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടാവാം. ചില ആൾക്കാർക്ക് ഇപ്പോഴായിരിക്കാം ഗ്രഹനില കൊണ്ട് കാണിച്ചപ്പോൾ ആ ഒരു ജ്യോത്സ്യം പറഞ്ഞത്. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ അത് ആലോചിച്ച് വിഷമിക്കാൻ പാടില്ല. അതായത് എന്നാലും ജോയ്സ് ഇങ്ങനെ പറഞ്ഞല്ലോ, എനിക്കിനി അങ്ങോട്ട് മോശം സമയമാണോ, അങ്ങനെയൊക്കെ ചിന്തിച്ച് വിഷമിക്കാൻ പാടില്ല നിങ്ങൾ. ഇവിടെ നിങ്ങളുടെ ആ ഒരു സ്ഥിതി നോക്കുകയാണെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ ഗ്രഹനിലയിൽ എഴുതിയിട്ടില്ല, അതുപോലും നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നു. മറ്റൊരാളുടെ ആ ഒരു പ്രവൃത്തി കാരണം ക്രിയേറ്റ് ആവുന്നതാണ്. അതല്ലാതെ നിങ്ങളുടെ ആ ഒരു ഗ്രഹനിലയിൽ ഇങ്ങനെ നിങ്ങൾ അനുഭവിക്കണമെന്ന് എഴുതിയിട്ടില്ല, പക്ഷേ ക്രിയേറ്റ് ആകുന്നു നിങ്ങൾക്ക്. പക്ഷേ ഇതുകൊണ്ടൊന്നും നിങ്ങൾ വിഷമിക്കാൻ പാടില്ല. കാരണം നിങ്ങളുടെ കർമ്മം നല്ലതാണ് എങ്കിൽ ദൈവം നിങ്ങളിൽ പ്രസന്നനാകുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ കർമ്മം മാത്രം നല്ലതായിട്ട് വയ്ക്കാൻ ശ്രമിക്കുക. ഇവിടെ നിങ്ങളുടെ വായിൽ നിന്ന് എപ്പോഴും ഇങ്ങനെ ഒരു ശബ്ദമുണ്ടാകും, അതായത് നിങ്ങളുടെ കർമ്മം നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നില്ല, ആൾക്കാർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നില്ല, ആരും നിങ്ങളെ മനസ്സിലാക്കുന്നില്ല. അങ്ങനെ പല പ്രാവശ്യവും നിങ്ങളിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഭാഗ്യത്തിൽ എന്താ സന്തോഷമില്ലേ, എൻ്റെ ഭാഗ്യത്തിൽ എന്താ ഇന്നത് എഴുതിയിട്ടില്ലേ, അങ്ങനെ നിങ്ങൾ വിഷമിക്കാറുണ്ട്. പക്ഷേ ഒരു ഊർജ്ജം എന്ന് പറയുന്നത് ഒരു സമയത്ത് നിങ്ങൾക്ക് മോശം തരുമെങ്കിലും ഈ ഒരു ഊർജ്ജം കൊണ്ട് ഒരു സമയത്ത് നിങ്ങൾക്ക് ലാഭം ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഒരു ക്ലോക്കിൽ ഒരു സമയം എന്ന് പറയുന്നത് 8 മണിയെന്ന് നിങ്ങൾ വിചാരിച്ചോ, ആ 8 മണി ചിലപ്പോൾ നിങ്ങൾക്ക് നല്ലതും നടക്കും മോശവും നടക്കും. അങ്ങനെ ഒരു ഇതുപോലെ, അതായത് ഈ ഒരു ഊർജ്ജം നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്നത് നിങ്ങളുടെ ഒന്നും സഹായം ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ഫേവറായിട്ട് ഒന്നും ജീവിതത്തിൽ നടക്കുന്നില്ല എന്നാണ് നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്നത്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഈ ഒരു ഊർജ്ജം ഇങ്ങനെ നിങ്ങൾ സഹിച്ചത് കൊണ്ട് നാളൊരു സമയത്ത് നിങ്ങൾക്ക് നല്ലതാണ് ലഭിച്ചതെന്ന് നിങ്ങൾ പറയും. അതാണ് ഇവിടെ ഈ ഒരു ഊർജ്ജം കൊണ്ട് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ഒരു ഊർജ്ജം ഭയങ്കര ക്രൂരവുമാണ്, അതേപോലെ വളരെ സൗമ്യവുമാണ്. നമ്മുടെ ലൈഫിൽ എന്ത് സ്ഥിതി കണ്ടാലും നമ്മൾ ഒരിക്കലും അതിനെ പേടിക്കാൻ പാടില്ല, അത് കണ്ടിട്ട് ഒരിക്കലും സങ്കോചപ്പെടാൻ പാടില്ല. ധൈര്യമായിട്ട് അതിനെ ഫേസ് ചെയ്യണം. കുറച്ചൊന്ന് നിങ്ങൾ റിലാക്സ് ആക്കണം. എന്നിട്ട് നിങ്ങളുടെ ആ ഒരു സ്ഥിതികൾ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കണം. ഇവിടെ സ്ഥിതികൾ ഒട്ടും നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് എങ്കിൽ അപ്പോൾ നിങ്ങൾ ഐസൊലേഷനിൽ പോവുക. ഇനി നിങ്ങൾ ഐസൊലേഷൻ ആവുന്നില്ല എങ്കിൽ ഈ ഒരു സ്ഥിതികൾ തന്നെ നിങ്ങൾ ഐസൊലേഷൻ ആക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ആ ഒരു സമയം ഈ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യണമെന്നല്ലാതെ വേറെ ഒന്നും നിങ്ങൾക്ക് ആലോചിക്കാൻ സമയം ഉണ്ടാവത്തില്ല. എങ്ങനെ ഈ സിറ്റുവേഷനിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കും, എങ്ങനെ ഞാൻ ഹാൻഡിൽ ചെയ്യും, അതുമാത്രമായിരിക്കും നിങ്ങളുടെ ആ ഒരു ചിന്ത. ഇവിടെ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ ആ ഒരു സ്ഥിതി എന്താണോ അതിൽ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം. ഇവിടെ ലൈഫിൽ എന്ത് സ്ഥിതി വന്നാലും നിങ്ങൾ ഇത്രമാത്രം ചിന്തിക്കുക, ഈ ഒരു സ്ഥിതികൾ എനിക്ക് പക്ഷമായാലും വിപക്ഷമായാലും എനിക്ക് ഫേവറായിട്ട് മാത്രമായിരിക്കും ഈ ഒരു സ്ഥിതികൾ വർക്ക് ചെയ്യുന്നത് എന്ന് മാത്രം ചിന്തിക്കുക. അതായത് ഏത് വ്യക്തിയിൽ നിന്നാണോ നിങ്ങൾക്ക് നഷ്ടം ലഭിച്ചത്, ചിലപ്പോൾ ഒരു സമയം ആ വ്യക്തിയിൽ നിന്നത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ലാഭം ലഭിക്കുന്നതായിട്ടും കാണാൻ സാധിക്കും. കാരണം എപ്പോൾ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ട് അറിയാൻ സാധിക്കത്തില്ല. അതായത് നമ്മൾ ഒരു വ്യക്തിക്ക് കുഴിയിൽ ഇടാൻ വേണ്ടി
കുഴി കുഴിക്കുകയാണ്. പക്ഷേ അതിൽ നിന്ന് ആ ഒരു കുഴിയിൽ വീഴുന്ന ആൾക്ക് ചിലപ്പോൾ നമ്മളിലൂടെ എന്തെങ്കിലും ലാഭം ലഭിക്കും. അങ്ങനെയാണ് ഇവിടെ നടക്കുന്നത്. അതായത് ഒരു വ്യക്തി നിങ്ങളെ കുഴിയിടാൻ ശ്രമിക്കുന്നു. കുഴിയിൽ വീണ നിങ്ങൾക്കാണ് ലാഭം, പക്ഷേ ആ വ്യക്തിക്ക് ലാഭം ലഭിച്ചില്ല. ഇവിടെ എന്തായാലും നിങ്ങൾക്ക് ഒരു ലാഭം ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഈ ഒരു സ്ഥിതിയിൽ നിന്ന്. കാരണം കുഴി കുഴിച്ചവൻ സ്വയം ആ കുഴിയിൽ വീഴുകയും നിങ്ങൾക്ക് അതിൽ നിന്ന് ലാഭം ലഭിക്കുകയും ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഒരു വ്യക്തിയുടെ മേൽ ദൈവത്തിൻ്റെ ആ ഒരു കൃപ ഭയങ്കരമായിട്ട് ഉണ്ടാകുമ്പോഴാണ് ആ വ്യക്തിക്ക് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നത് അവരുടെ ലൈഫിൽ. കാരണം എന്ത് തന്നെ വന്നാലും ആ വ്യക്തിയുടെ മേൽ ഒരു തുള്ളി മണ്ണ് വീഴാൻ പോലും ഈശ്വരൻ അപ്പോൾ അനുവദിക്കുകയില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ സ്വപ്നത്തിൽ ശിവലിംഗം കാണാൻ സാധിക്കും, ചിലപ്പോൾ വെള്ളം കാണാൻ സാധിക്കും. ഇതെല്ലാം നല്ല സൂചനയാണ് ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ള. ചിലപ്പോൾ നിങ്ങൾക്ക് സമുദ്രമായിരിക്കാം കാണാൻ സാധിക്കും സ്വപ്നത്തിൽ, അല്ലെങ്കിൽ നദികൾ പോകുന്നതായിരിക്കാം കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ സ്വയം വെള്ളം കുടിക്കുന്നതായിട്ടായിരിക്കും കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് സ്വപ്നത്തിൽ ഓം, അതൊക്കെ ആയിരിക്കും കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ സ്വപ്നത്തിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇടിമിന്നൽ, അതായത് ഇടിയുടെ സൗണ്ടോ അങ്ങനെയൊക്കെയുള്ള അതൊക്കെ ആയിരിക്കും കാണാൻ സാധിക്കുന്നത്. അതായത് ഭയങ്കരമായിട്ട് കാർമേഘം വരുന്നു, ഇടിമിന്നലുണ്ടാകുന്നു, അങ്ങനെയൊക്കെ ആയിരിക്കും കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം പരിണാമം എന്തെന്ന് വച്ചാൽ നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു കാര്യം ഇങ്ങനെയായിരുന്നു, നാളെ നിങ്ങൾക്കതുകൊണ്ട് വളരെ മോശം ഒരു സ്ഥിതിയിലേക്ക് പോകേണ്ട അവസ്ഥ വരുമായിരുന്നു. പക്ഷേ ദൈവം നിങ്ങളെ ആ ഒരു സ്ഥിതിയിൽ നിന്ന് രക്ഷപ്പെടുത്തി എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എന്ത് കാര്യമാണോ നടന്നുകൊണ്ടിരിക്കുന്നത് ആ ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, ഗോ വിത്ത് ഫ്ലോയിൽ പോയാൽ മാത്രം മതി. നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ വീണ്ടും വീണ്ടും പരാജയങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ആ കുറച്ച് സമയം ഒന്ന് നിങ്ങൾ സ്റ്റക്കായിട്ടിരിക്കുക. എന്നിട്ട് പഠിക്കണം എവിടെയാണ് നിങ്ങൾക്ക് തെറ്റ് പറ്റിയത്, എന്തുകൊണ്ട് എനിക്ക് വീണ്ടും വീണ്ടും പരാജയം ലഭിക്കുന്നു, അങ്ങനെ ചിന്തിക്കുക. ചില സമയം ഒരു കാറ്റ് ചിലപ്പോൾ നമ്മുടെ ലൈഫിൽ വരുന്ന നമ്മുടെ ലൈഫിലെ മോശമായിട്ടുള്ള കാര്യങ്ങളെ മാറ്റാൻ വേണ്ടിയായിരിക്കും ചില വലിയൊരു കാറ്റ് വരുന്നത്. ചില സമയം ചില കാറ്റ് വരുന്ന നമ്മുടെ ലൈഫിലെ നമ്മളെ ദുഃഖിപ്പിക്കാൻ വേണ്ടി. പക്ഷേ ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഒരു കാറ്റ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ലൈഫിലെ പല മോശമായ സ്ഥിതികളെയും നേരെയാക്കാൻ വേണ്ടിയാണ്. ഇവിടെ ഈ ഒരു കാറ്റ് നിങ്ങളുടെ ലൈഫിലെ എല്ലാ നെഗറ്റിവിറ്റിയെയും എടുത്ത് കളയാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ശാന്തിയും സമാധാനവും മാത്രമാണ്. കാരണം നിങ്ങളുടെ ഇപ്പോഴത്തെ ആ ഒരു സ്ഥിതിയിൽ ഇതിൽ നിന്ന് പുറത്ത് വരാൻ എന്നെ സഹായിക്കണമേ ദൈവമേ, എൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ എനിക്ക് ശാന്തിയും സമാധാനം തരണമേ, അങ്ങനെ 100 രീതിയിലുള്ള പ്രാർത്ഥനകളായിരിക്കും ഈശ്വരൻ നിങ്ങളുടെ മുന്നിൽ വന്നാൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ഇവിടെ നിങ്ങൾ പ്രാർത്ഥന ചെയ്യാനിരിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തോ ഒരു ഊർജ്ജം ലഭിച്ചതുപോലെ, അതായത് പ്രാർത്ഥന ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ കൈക്ക് എന്തോ ഒരു ഊർജ്ജം ലഭിച്ചതുപോലെ നിങ്ങൾക്ക് തോന്നാറുണ്ട് ചില സമയങ്ങളിൽ. ഇല്ല എങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് ഫീൽ ആവുന്നതാണ്. അതായത് വളരെ നല്ലതായിട്ട് ഒരു പവർ നിങ്ങളുടെ കയ്യിൽ വന്നതായിട്ടായിരിക്കും നിങ്ങൾ ഫീൽ ആകുന്നത്. ഇവിടെ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അങ്ങനെ എന്തോ ഡിസ്കവർ ചെയ്യാൻ പോവുകയാണ്. പല ആൾക്കാരും നിങ്ങളുടെ ജീവിതം കണ്ടിട്ട് അത്ഭുതപ്പെടും. അതായത് വളരെ നല്ലൊരു എനർജി വളരെ നല്ല രീതിയിൽ ഫീൽ ആവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ആ സമയം നിങ്ങൾ എന്താണോ നിങ്ങളുടെ യാഥാർത്ഥ്യം അത് ഞാൻ സ്വീകരിക്കും. പാസ്റ്റിൽ എന്താണോ സംഭവിച്ചത് അത് നടന്നു, അത് ഞാൻ അങ്ങ് റിലീസാക്കുക. എന്താണോ യാഥാർത്ഥ്യം അത് അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അങ്ങനെ നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങും. പിന്നെ എന്ത് പരിവർത്തനമാണോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കുണ്ടായത് അതിനെ നിങ്ങൾ സ്വീകരിക്കാൻ ശ്രമിക്കും. ഇവിടെ നിങ്ങളിൽ ചില ആൾക്കാർക്ക് സ്കിൻ റിലേറ്റഡ് ആയിട്ട് എന്തോ പ്രശ്നം ഉണ്ടായതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് സ്കിൻ റിലേറ്റഡ് ആയിട്ട് ഇൻഫെക്ഷൻ ഉണ്ടാവുന്നുണ്ടായിരിക്കാം, ഡ്രൈനെസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിരിക്കാം, ഇല്ല എങ്കിൽ ഹെയർ ഫോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിരിക്കാം. എന്തായാലും സ്കിൻ റിലേറ്റഡ് ആയിട്ട് എന്തോ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഉപായങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം, പക്ഷേ അത് ചെയ്തിട്ടും ഒരു മാറ്റവും ഉണ്ടാവുന്നില്ല. പക്ഷേ ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ഒരു മാറ്റം ഉണ്ടാവുന്നതാണ്. ഇവിടെ നിങ്ങളുടെ മൈൻഡ്, സോള്, ബോഡി ഇതെല്ലാം ബാലൻസിൽ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് പൊയ്ക്കൊണ്ടിരുന്നത്, പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല പോകുന്നത്. ഇവിടെ സ്കിൻ റിലേറ്റഡ് ആയിട്ട് ചിലപ്പോൾ പല്ലിലുള്ള ഇൻഫെക്ഷനോ അല്ലെങ്കിൽ എവിടെയായാലും സ്കിൻ റിലേറ്റഡ് എന്തോ ഒരു ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഉണ്ട്. അത് പക്ഷേ മാറാൻ വേണ്ടി ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടൊന്നും മാറുന്നില്ല. പക്ഷേ ഇനി അതിനുള്ളൊരു പരിഹാരം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്.
അതായത് ഇതുവരെയും ഒരു ഉപായവും നിങ്ങൾക്ക് ഫലിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ ഇനി എല്ലാ ഉപായവും നിങ്ങൾക്ക് ഫലിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ആ ഒരു നിറത്തിലോ നിങ്ങളുടെ സൗന്ദര്യത്തിലോ ഒന്നിലും ഒരു കുറവില്ല. ചില സമയം നമ്മുടെ ആ ഒരു കർമ്മത്തിൻ്റെ ഫലമായിട്ട് നമുക്ക് ഇങ്ങനെയുള്ള അവസ്ഥയിൽ കൂടെ പോകേണ്ടി വരും. അതായത് നമ്മുടെ ആ ഒരു നിറവും അങ്ങ് മങ്ങി നമ്മുടെ ആ ഒരു മുഖത്ത് നല്ല ഒരു കറുത്ത ഒരു വലയം കണ്ണിൻ്റെ താഴേക്ക് വന്ന്, അതായത് നമ്മുടെ ഏജ് അനുസരിച്ചല്ല, അതിൽ കൂടുതൽ ഏജ് തോന്നിപ്പിക്കുന്ന രീതിയിലൊക്കെ നമ്മുടെ മുഖം മാറാറുണ്ട്. പക്ഷേ ഇനി നിങ്ങൾ ആ ഒരു അത്ഭുതം കാണുക. അതായത് സമയം മാറുന്നതനുസരിച്ച് നിങ്ങളുടെ ഈ ഒരു പ്രശ്നത്തിൽ ഒരു പരിഹാരം ഉണ്ടാകുന്നത്. അതായത് നിങ്ങളുടെ എത്രയാണോ ഏജ് അതിൽ ആ ഒരു ഏജ് തന്നെ അല്ലെങ്കിൽ അതിൽ കുറവ് ഏജ് തോന്നിപ്പിക്കുന്ന രീതിയിൽ നിങ്ങളുടെ ആ ഒരു മുഖം തിളക്കം വയ്ക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ സമയം പോകുന്നതനുസരിച്ച് നിങ്ങളുടെ മുഖത്തൊരു തിളക്കവും എല്ലാം വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കാരണം ഒരു വ്യക്തിയുടെ ഓറ അത്രത്തോളം നല്ലതാവുമ്പോഴാണ് ആ വ്യക്തിയെ എല്ലാം നോട്ടീസ് ചെയ്യുന്നത്. ആ വ്യക്തിയിൽ ഒരു ആകർഷണം നമുക്ക് ഉണ്ടാവുന്നത്, ഒരു തിളക്കം, നമ്മുടെ മുഖത്തൊരു തിളക്കം ഉണ്ടാവുന്ന അപ്പോഴാണ്. നിങ്ങളുടെ കയ്യിലൊരു പിങ്കിഷായിട്ടുള്ള കളറ് വരും. പിന്നെ നിങ്ങളുടെ കൈക്കകത്ത് ആവശ്യമില്ലാത്ത ചില വരകൾ ഉണ്ട് എങ്കിൽ, കൈക്കകത്തുള്ള രേഖകളാണ് ഞാൻ ഉദ്ദേശിച്ചത്, ആ വരകളൊക്കെ മായുന്നതായിട്ട്, അതായത് ഗുണം പോലെ ഉള്ള വരകളില്ലേ അതൊക്കെ മാറി നല്ല ഒരു പിങ്കിഷ് ഷെയ്ഡ് നിങ്ങളുടെ ആ കയ്യിൽ വരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. എപ്പോഴാണ് ഈ ഗുണങ്ങളായിട്ടുള്ള കൈരേഖകൾ, അതായത് കുറേ ഗുണങ്ങളായിട്ടുള്ള കൈരേഖകൾ ഉണ്ട് എങ്കിൽ സംഘർഷങ്ങൾ ഭയങ്കരമായിട്ട് നിങ്ങളുടെ ലൈഫിൽ ഇനിയും ഉണ്ട് എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ സംഘർഷങ്ങൾ ഉള്ളവർ ആദ്യം ചെയ്യേണ്ടത് ഹനുമാൻ ചാലീസ വായിക്കുക അല്ലെങ്കിൽ കേൾക്കുക. ഇല്ല എങ്കിൽ കറുത്ത കളറുള്ള പട്ടിക്ക് നിങ്ങളെ കൈകൊണ്ട് എന്തെങ്കിലും ആഹാരം ഇട്ട് കൊടുക്കാൻ ശ്രമിക്കുക. എന്നും നിങ്ങളുടെ ആ ഒരു സംഘർഷം കുറയാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. ഇങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ സംഘർഷങ്ങൾ വളരെ കുറവാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. പിന്നെ പെട്ടെന്ന് ഒരു ട്രാവൽ നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് പെട്ടെന്ന് തീരുമാനിച്ച് നിങ്ങൾ എവിടെയെങ്കിലും ട്രാവൽ ചെയ്തിട്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് ഇനിയും സംഘർഷങ്ങൾ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം. അതായത് ഒരു സാധാരണ ഒരു ചപ്പൽ വാങ്ങിക്കുക. എന്നിട്ട് ആ ചപ്പൽ അത്യാവശ്യമുള്ള ഒരാൾക്ക് കൊടുത്തിട്ട് വരിക. അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിലെ സംഘർഷങ്ങൾ 100% 90% പോയി 10% മാത്രം ആകുന്നതാണ്. കാരണം ആവശ്യമുള്ളവർക്ക് വേണം കൊടുക്കുക, ആവശ്യമില്ലാത്തവർക്ക് കൊടുത്തിട്ട് കാര്യമില്ല. ആവശ്യമുള്ള ഒരാൾക്ക് നമ്മൾ ആ ചെരുപ്പ് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടാനുള്ള സംഘർഷങ്ങളുടെ അളവ് കുറയും. ഇവിടെ നിങ്ങളുടെ കാല് റിലേറ്റഡായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ നടു റിലേറ്റഡായിട്ട് എന്തെങ്കിലും പെയിൻ ഉണ്ട് എങ്കിൽ അതിലും ഒരു മാറ്റം ഈ കാര്യം ചെയ്താൽ ഉണ്ടാവുന്നതാണ്. ഇവിടെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളോട് എന്തോ പറയുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ഊർജത്തിൻ്റെ പ്രഭാവം ഇങ്ങനെയാവുകയാണ്. നിങ്ങളുടെ കർമ്മ ഇപ്പോൾ ഹൈലൈറ്റ് ആവുകയാണ്. ഇവിടെ നിങ്ങളുടെ കർമ്മ ഇപ്പോൾ ഇങ്ങനെ ഒരു സ്ഥിതിയിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈശ്വരൻ തന്നെ വിചാരിക്കുകയാണ് ഇവരുടെ സ്ഥിതികളിൽ ഒരു മാറ്റം കൊണ്ടുവരണം. ഇങ്ങനെയുള്ള ആ ഒരു സ്ഥിതി മാറി നല്ല സ്ഥിതിയിലേക്ക് ഇവരെ കൊണ്ടുവരണം. അങ്ങനെ ഈശ്വരൻ നിങ്ങളെ സഹായിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ സമയം അല്ലെങ്കിൽ ഊർജ ഇത്രമാത്രം പ്രഭാവിതമാണ് നിങ്ങളിൽ. അതായത് ഒരു നരസിംഹ ഭഗവാന് എത്രത്തോളം ഇഷ്ടമാണോ പ്രഹ്ലാദന്, അതേപോലെ ഇവിടെ നിങ്ങളുടെ ആ ഒരു ഊർജ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഏറ്റവും അടുത്താണ് ഉള്ളത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഭഗവാൻ നാരായണൻ എപ്പോഴും പറയുന്നുണ്ട്, എൻ്റെ ശരണത്തിൽ ആര് വന്നാലും ഞാൻ അവരെ കൈവിടത്തില്ല എന്ന്. ചിലപ്പോൾ നിങ്ങൾ ലക്ഷ്മി നാരായണൻ്റെ പൂജ ചെയ്യുന്നുണ്ടായിരിക്കാം, നരസിംഹ ഭഗവാനെ കുറിച്ച് ഭയങ്കരമായിട്ട് പൂജ ചെയ്യുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാൻ, വിഷ്ണു ഭഗവാൻ, ആരായിക്കൊള്ളട്ടെ നിങ്ങൾ പൂജ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ബ്ലെസ്സിങ്, പ്രൊട്ടക്ഷൻ നിങ്ങൾക്കുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ചില ആൾക്കാർക്ക് ഭദ്രകാളി അമ്മയാണ് ഭയങ്കരമായിട്ട് ഇഷ്ടം. അമ്മയുടെ ആ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങളുടെ മേലുള്ളതായിട്ടാണ് കാണാൻ സാധിക്കുക. എപ്പോഴും അവരുടെ പേര്, അമ്മയുടെ പേര് നിങ്ങളുടെ വായിൽ വരുന്നു, അല്ലെങ്കിൽ കണ്ണൻ്റെ പേര്, അല്ലെങ്കിൽ ഗുരുവായൂരപ്പ, അല്ലെങ്കിൽ എൻ്റെ കൃഷ്ണ, അങ്ങനെയൊക്കെ വിളിക്കത്തില്ലേ, അങ്ങനെ പേര് നിങ്ങളുടെ വായിൽ എപ്പോഴും അടിക്കടി വരുന്നുണ്ടെങ്കിൽ അവരുടെ പ്രൊട്ടക്ഷൻ നിങ്ങളുടെ മേലുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും അങ്ങനെ സൗണ്ട് നിങ്ങളുടെ വായിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്.
ഇവിടെ നിങ്ങളുടെ ഈ ഒരു പ്രൊട്ടക്ഷൻ ഏത് ദൈവത്തിൻ്റെ ആയാലും ഉള്ളത് കാരണം നിങ്ങൾക്ക് എവിടെയാണോ നാശം സംഭവിക്കേണ്ട ആൾക്കാർ ആഗ്രഹിക്കുന്ന അവിടെ 90% നിങ്ങളുടെ പ്രൊട്ടക്ഷൻ നിങ്ങളെ അതിൽ നിന്ന് സംരക്ഷിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ അത്രമാത്രം ഒരു പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ അത്രമാത്രം ഒരു ഊർജ്ജത്തിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ ലൈഫിൽ ഒന്നും തെറ്റായിട്ട് സംഭവിക്കത്തില്ല. നിങ്ങൾ വീണ്ടും വീണ്ടും രക്ഷപ്പെടും ഓരോ മോശം എനർജിയിൽ നിന്നും. അപ്പോൾ നിങ്ങളുടെ അന്തരാത്മാവ് നിങ്ങളോട് എന്തോ പറയാൻ ആഗ്രഹിക്കുകയാണ്. ആ ഒരു ഇത് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇവിടെ 15 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് മെഡിറ്റേഷൻ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് നല്ലൊരു മാറ്റം ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ ഒരു കാര്യം ചെയ്യുക. അതായത് നിങ്ങളുടെ കൈകൊണ്ടുണ്ടാക്കിയ ഭക്ഷണങ്ങൾ ആർക്കെങ്കിലും കൊടുക്കാൻ ശ്രമിക്കുക. ഒന്നുമില്ലെങ്കിലും മൃഗങ്ങൾക്കെങ്കിലും, അതായത് വീട്ടിൻ്റെ അടുത്ത് പൂച്ചയോ പട്ടിയോ അല്ലെങ്കിൽ പശുക്കൾക്ക് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. പശുക്കൾക്കോ കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഇല്ല എങ്കിൽ നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് അങ്ങനെ ഒരാളുണ്ട്, അതായത് വീട്ടിൽ ആഹാരം ഒന്നും നിവർത്തിയില്ല, വച്ച് കഴിക്കാൻ നിവർത്തിയില്ല, പുള്ളി ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിലാണ് എങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഒരു നേരത്തെ ഭക്ഷണം നിങ്ങളുടെ കൈ കൊണ്ടുണ്ടാക്കിയത് കൊടുക്കുക. അതും നല്ല കാര്യമാണ്. ഇതൊരു ഉപായമായിട്ട് കാണട്ടെ. നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങളുടെ ഫേവറിലാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ ആ ഒരു ഫേവറിലായ കാര്യങ്ങൾ ചില സ്ഥലത്ത് തടസ്സമായിട്ട് നടക്കുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് ഫേവറായിട്ട് കാര്യങ്ങൾ വരാൻ വേണ്ടിയാണ് ചെറിയ ചെറിയ ഉപായങ്ങൾ ഞാൻ പറഞ്ഞു തരണം ചെയ്യാൻ വേണ്ടി. ഇവിടെ സമയം എന്തായാലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഗ്രഹത്തിൻ്റെ ആ ഒരു സ്ഥിതിയിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്ന ഒരു സമയം. ചില കുട്ടികൾ ഇങ്ങനെയാണ്, ഇങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ വന്ന് ജനിക്കും. അവിടെ അവർക്ക് കൊടുക്കാൻ നല്ല വസ്ത്രമോ അല്ലെങ്കിൽ പഠിപ്പിക്കാൻ വിദ്യാഭ്യാസം കൊടുക്കാൻ അവരുടെ കയ്യിൽ പൈസയോ അച്ഛനമ്മയിൽ ഉണ്ടാവത്തില്ല. പക്ഷേ പിന്നെ പിന്നെ അവരുടെ ആ ഒരു അവസ്ഥ മനസ്സിലാക്കി അവർ പഠിക്കാൻ തുടങ്ങും. പഠിച്ച് അപ്പോൾ പോലും വീട്ടുകാർ വിചാരിക്കത്തില്ല ഈ കുട്ടി മുന്നോട്ട് പോയി നല്ലൊരവസ്ഥയിൽ എത്തുമെന്ന്. കാരണം അവർക്ക് കൊടുക്കാൻ വിദ്യാഭ്യാസമോ ഉടുക്കാൻ വസ്ത്രമോ അങ്ങനെ ഒന്നും തന്നെ അച്ഛനും അമ്മയ്ക്കും ഇല്ലായിരുന്നു. അതുകൊണ്ട് വലിയ പ്രതീക്ഷകളും ഇവർക്ക് ഇല്ലായിരുന്നു ഈ കുട്ടിയെക്കുറിച്ച്. പക്ഷേ ഒരു സമയത്ത് ഈ കുട്ടി ഇവർ വിചാരിക്കുന്നതിനപ്പുറം ഒരു പൊസിഷനിൽ എത്തും. അങ്ങനെ ഒരു പൊസിഷനിൽ നിങ്ങളും എത്തുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം കുടുംബത്തിലുള്ളവരെ അത്രമാത്രം ആൾക്കാർ ബഹുമാനിക്കുന്ന രീതിയിൽ നിങ്ങൾ വളരും. ഒത്തിരി നെയിം ഫെയിം നിങ്ങൾക്ക് ലഭിക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ സ്ഥിതികൾ എത്ര തന്നെ മോശമായാലും ആ ഒരു സ്ഥിതികൾ നിങ്ങളെ തടസ്സപ്പെടുത്തുവാനല്ല, നിങ്ങളെ മുന്നോട്ട് വീണ്ടും പോവാൻ വേണ്ടിയാണ് പ്രേരിപ്പിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ആ ഒരു ജീവിതത്തിൽ നിങ്ങൾക്ക് അത്രമാത്രം സക്സസ് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ അതെല്ലാം നിങ്ങളുടെ കഴിവ് കൊണ്ട് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. കൂടാതെ കുടുംബത്തിൻ്റെ ആ ഒരു പേര് പോലും എല്ലാവരും പറയാം, ഇന്ന ആളുടെ മോളാണ്, ഇന്ന ആളുടെ മകനാണ്, അങ്ങനെയൊക്കെ പറയത്തില്ല. കുടുംബത്തിൻ്റെ പേര് പോലും നല്ല രീതിയിൽ ആൾക്കാരുടെ ഇടയിൽ ചർച്ചാ വിഷയമാകുന്നത്, നല്ല രീതിയിൽ ചർച്ചാ വിഷയമാകുന്നതായിട്ട് കുടുംബത്തിലുള്ളവർക്ക് ഭയങ്കരമായിട്ട് നിങ്ങളെ ആലോചിച്ച് ഒരു ബഹുമാനം ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി എന്തൊക്കെയോ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട്, വരാൻ പോകുന്ന തലമുറയ്ക്കും നല്ല കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. എന്തോ നിങ്ങളുടെ കുടുംബത്തിന് നിങ്ങൾ ഭയങ്കരമായിട്ട് അവർക്ക് ഒരു റെസ്പെക്റ്റ് നിങ്ങളോട് തോന്നുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങളുടെ ആ ഒരു സോളെന്ന് പറയുന്നത് വളരെ പരിശുദ്ധവും പവിത്രവുമായിട്ടുള്ള സോളായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ പ്രഹ്ലാദൻ നരസിംഹ ഭഗവാന്റെ മടിയിലുള്ളതുപോലെ നിങ്ങൾക്ക് ഒന്നിനും ഒരു കാര്യത്തിനും ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. ആ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കാരണം അത്രത്തോളം ഭഗവാന്റെ ഹൃദയത്തിൻ്റെ അടുത്താണ് നിങ്ങൾ ഉള്ളത്. അതൊന്ന് ഫീൽ ചെയ്ത് നോക്കൂ നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എന്തുമാത്രം സന്തോഷമാകുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഇവിടെ കുറച്ച് നിങ്ങളുടെ ആത്മാവ് എന്താണോ നിങ്ങളോട് പറയുന്നത് അത് നിങ്ങൾ ഇഗ്നോർ ചെയ്യുന്നുണ്ട്, അത് മനസ്സിലാക്കുന്നില്ല. നിങ്ങളുടെ ആത്മാവ് എന്താണോ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ കേൾക്കാൻ ശ്രമിക്കണം. അതായത് നിങ്ങളുടെ ആ ഒരു ഇൻറ്റ്യൂഷൻ നിങ്ങളോട് പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾ അത് വിചാരിക്കുന്നത് എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കണ്ട, അങ്ങനെയാണ് ചിന്തിക്കുന്നത്. അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചിന്തിക്കാൻ പാടില്ല. ഇങ്ങനെയുള്ള ചിന്ത ആദ്യം നിങ്ങൾ അവസാനിപ്പിക്കാൻ ശ്രമിക്കുക.
ഇവിടെ നിങ്ങളുടെ ആ ഒരു ഡ്രീം എന്താണോ, ഡ്രീം അനുസരിച്ച് എന്തെങ്കിലും ഒരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ആ ഒരു ചിന്ത എന്തായാലും നിങ്ങൾ അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഒരിക്കലും അതിനെ വിപരീതമായ രീതിയിൽ കാണരുത്. എപ്പോഴും നല്ല രീതിയിൽ കാണാൻ ശ്രമിക്കുക. ഇവിടെ 3-നും 5-നും ഇടയിൽ എന്തെങ്കിലും ഒരു ഡ്രീം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ഒരു ഡ്രീമിനെ നിങ്ങൾ ഒരിക്കലും ഇഗ്നോർ ചെയ്യാൻ പാടില്ല. കാരണം അത് നിങ്ങളുടെ ജീവിതത്തിന് മാറ്റിമറിക്കുന്ന രീതിയിലുള്ള ഒരു സ്വപ്നമായിരിക്കാം നിങ്ങൾ കാണുന്നത്. ആ ഒരു ഡ്രീം കണ്ടതിന് ശേഷം നിങ്ങൾക്ക് തോന്നും, എൻ്റെ ഹൃദയം എന്താണോ എന്നോട് പറഞ്ഞത് അതാണല്ലോ എനിക്കിപ്പോൾ ഈ ഒരു ഡ്രീമിൽ കാണാൻ സാധിച്ചത് എന്ന് നിങ്ങൾക്ക് തോന്നും. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഡ്രീമിനെ അറിഞ്ഞുകൊണ്ട് പോലും ഇഗ്നോർ ചെയ്യാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കത്തില്ല. ഇവിടെ നിങ്ങളുടെ ആ ഒരു ഡ്രീം എന്താണോ ആ ഡ്രീം റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ സെർച്ച് ചെയ്യാൻ ശ്രമിക്കണം. എന്താണ് ഈ ഒരു ഡ്രീം കൊണ്ട് ദൈവം പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന്. അങ്ങനെ നിങ്ങൾ എന്താണോ സെർച്ച് ചെയ്ത് കിട്ടുന്നത് അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഫേവറായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ആ ഒരു ഡ്രീമിൽ നിങ്ങൾക്ക് കാണാൻ സാധിച്ചത്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് ഉണ്ടാകുന്ന ആ ഒരു ഡ്രീമിനെ നിങ്ങൾ ഇഗ്നോർ ചെയ്യരുത്. ഇവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് സ്വപ്നത്തിൽ ഒരു ചന്ദ്രനെ ആയിരിക്കാം കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക. ഇവിടെ ഈ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ സ്വപ്നം എന്താണോ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ അന്തരാത്മാവ് എന്താണോ പറയുന്നത് അത് ഇഗ്നോർ ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ സ്വപ്നത്തിൽ എന്താണോ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് അതിനെ ഇഗ്നോർ ചെയ്യാൻ പാടില്ല എന്ന്. ഇവിടെ ഒരു കാര്യം റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ ഭയങ്കരമായിട്ട് പേടിക്കുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് ഇത്രമാത്രം പേടിക്കേണ്ട ഒരു ആവശ്യവുമില്ല, പക്ഷെ നിങ്ങൾ പേടിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തിൻ്റെ ക്ലിയർ ആയിട്ടുള്ള ആൻസർ നിങ്ങൾക്ക് സ്വപ്നത്തിലൂടെ തന്നെ ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഈ കാണുന്ന വ്യൂവേഴ്സിലാരോ അവരുടെ സ്വപ്നങ്ങൾ എഴുതി വയ്ക്കാൻ ശ്രമിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇന്ന സമയം എനിക്ക് ഇങ്ങനെ സ്വപ്നം കണ്ടു, അപ്പോൾ എൻ്റെ ലൈഫിൽ ഇങ്ങനെ സംഭവിച്ചു, അങ്ങനെ എഴുതി വയ്ക്കാൻ ശ്രമിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇല്ല എങ്കിൽ ഇന്ന ദിവസം എൻ്റെ കൂടെ ഇങ്ങനെ സംഭവിക്കുമെന്ന് വിചാരിച്ചു ഞാൻ, പക്ഷേ അങ്ങനെ ഒന്നും സംഭവിക്കാതെ എനിക്ക് ഫേവറായിട്ട് കാര്യങ്ങൾ സംഭവിച്ചു, അതും എഴുതി വച്ചേക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനൊരു ലാഭം നിങ്ങൾക്ക് ലഭിച്ചത് കാരണം നിങ്ങളത് മറക്കാതെ ഇരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ചില ആൾക്കാർ അവരുടെ ആത്മകഥ എഴുതിയതായിട്ടും അത് പ്രസിദ്ധീകരിച്ചായിട്ടും ചില ആൾക്കാർ ആത്മകഥ എഴുതാൻ പോകുന്നതായിട്ടുമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ആ ഒരു ആത്മകഥയുടെ മെയിനായിട്ടുള്ള ഹൈലൈറ്റ് എന്ന് പറയുന്നത് മിറാക്കിൾ എപ്പോൾ വേണമെങ്കിലും ലൈഫിൽ സംഭവിക്കാം എന്നതായിരിക്കും. അതായത് ഒരിക്കലും ലൈഫിൽ നിരാശരായിട്ടിരിക്കാൻ പാടില്ല, എപ്പോൾ വേണമെങ്കിലും മിറാക്കിൾ സംഭവിക്കാം. കൂടാതെ പാസ്റ്റിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണോ നിങ്ങൾ അനുഭവിച്ചത് അതെല്ലാം മറക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ പാസ്റ്റിൽ ഉള്ള പല കാര്യങ്ങളും നിങ്ങളെ വിട്ട് പോകുന്നതാണ്. അത് കാരണം നിങ്ങൾക്ക് തന്നെ തോന്നും, നല്ലത് തന്നെ അവർ ആ സമയം എന്നെ വിട്ട് പോയത് എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നും. അപ്പോൾ എന്താണോ നിങ്ങളുടെ ലൈഫിൽ നിന്ന് സംഭവിച്ചത് അത് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. നിങ്ങളുടെ ലൈഫിൽ നല്ലത് മാത്രമേ സംഭവിക്കുള്ളൂ. അപ്പോൾ റീഡിങ്ങിൽ ഇതൊക്കെയാണ് വന്നിരിക്കുന്ന ഗൈഡൻസ് ആയിട്ട്. അപ്പോൾ എല്ലാം നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. ഇനി പുതിയൊരു റീഡിങ്ങുമായിട്ട് വരുന്നത് എല്ലാവർക്കും ബൈ. ഓം നമസ്തേ. താങ്ക് യു സോ മച്ച്.